വണ്ടിന്റെ അടവടയ്ക്കണം, അതിന് കുറച്ച് പണം വേണം. ഇതെന്താണ് ഈ പൈസ പൈസ എന്നിങ്ങനെ പറയണത്? എവിടുന്ന് എടുത്തു കണ്ടാണ് നീ ചോദിക്കുമ്പോ പൈസ എങ്ങനെ എടുത്തു തരണത്? ഞാൻ നിങ്ങളോടല്ലാണ്ട് വേറെ പിന്നെ ആരോടാ പൈസ ചോദിക്കുക? എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ ഇജ്ജ് വണ്ടി വാങ്ങിയത്. ഇജ്ജും പാരിസും പാടെ എന്തെങ്കിലൊക്കെ അങ്ങോട്ട് തീരുമാനിക്കൂ. രാവിലെ മുതൽ കാറും കൊണ്ട് കറങ്ങാന്നല്ലാതെ ഓനെ കൊണ്ടൊക്കെ എന്തിനാ പറ്റുക? ഓന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ഓല പൊരയിലെ ചെലവ് ഓല നടത്തണത്. ഞാൻ ഓന്റെ ചില കളികളെ ഞാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല. നിങ്ങളത് പറഞ്ഞോണ്ട് നിന്നോളി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആരാ? ഞമ്മള് ബ്രോക്കർ കുഞ്ഞലവി. അല്ലറ ചില്ലറ കല്യാണം ഉണ്ടാക്കാൻ ജീവിച്ചു പോണ്. ഞമ്മളെ മോക്ക് കല്യാണമൊക്കെ വേണ്ടേ? നല്ലൊരു ആലോചന ഉണ്ട്. കല്യാണത്തിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ല, എവിടുന്നാ? ഞമ്മളെ പുത്തമ്പരക്കല് അവറാനാജിന്റെ പേരക്കുട്ടിയെ സെയ്താലിന്റെ മോനെ, പഴയ തറവാട്ടുകാരല്ലേ. അല്ല, പുത്തമ്പരക്കാരൊക്കെ വലിയ ആൾക്കാരല്ലേ? എത്രയാ അവരൊക്കെ ചോദിക്കുക? ഓൾക്ക് പെണ്ണല്ല ചൊറുക്കും വേണം. അത് നമ്മളെ കുട്ടിക്കുണ്ടല്ലോ. പിന്നെ പൊന്നും പൈസയും ഒരു മോശമില്ലാത്ത രൂപത്തിൽ നിങ്ങളെ കുട്ടിക്ക് കൊടുക്കുമല്ലോ. നിങ്ങളിങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ഹെയറോ? അത് ഞമ്മക്ക് അങ്ങോട്ട് നടത്തണം. പൈസയും പടക്കം അങ്ങോട്ട് കൂട്ടിയേ കൂടുമല്ലോ. പുത്തമ്പരക്കാരോടൊന്നും ഒരു കെട്ട് വന്നല്ല, അത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കും താത്ത. എന്നാ നിങ്ങളങ്ങ് നടക്കുക. ആയിക്കോട്ടെ, ശരി. ഞമ്മളൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിവരം അറിയിക്കാം. എന്നാ ശരി, എന്നാ ശരി. അല്ല ഹൈറു, അതിനിപ്പോ പൈസ വേണ്ടി വരുമല്ലോ. ഞാൻ നമ്മുടെ അദ്രൈമാൻ ഒന്ന് കാണട്ടെ. അദ്രൈമാനെ, അദ്രൈമാൻ എവിടേക്ക്? ആരിത്? അളിയനോ? അറിഞ്ഞില്ലേ സുബിയുടെ കല്യാണ കാര്യം? വലിയ തറവാട്ടുകാരാണ്. ആ പൈസ എങ്ങനെയെങ്കിലും കിട്ടണം. അതിപ്പോ ഇത്ര പെട്ടെന്ന് പറഞ്ഞാലിപ്പോ അദ്രൈമാൻ ആകെ കൂടെ എന്റെ അടുത്തുള്ള പൈസയാണത്. ഒരു മാസം കൊണ്ട് അതിന് ലാഭം തരാന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ 2-3 മാസായി. ഇതെന്റെ മറ്റേ കളി പിന്നെ എന്നോട് കളിക്കല്ലേ. അത് നമുക്ക് വേണ്ട മാതിരി ചെയ്യാൻ. ഈ അളിയന്റെ ഒരു തമാശ. ഞാനില്ല ഇവിടെ ഉള്ളത്. അളിയൻ ധൈര്യമായിട്ട് വീട്ടിക്ക് പോയിക്കോ, ഞാൻ വീട്ടിക്ക് വരാം. തൽക്കാലം തടി സലാമത്തായി. മുഹൂർത്തം കുറിക്കുമ്പോൾ മനസ്സ് കൊതിക്കും കേരള പാരമ്പര്യ ഡിസൈനുകൾ ഫാഷൻ ഗോൾഡിന്റെ മാത്രം പ്രത്യേകതയാണ്. കേരളത്തിന്റെ തനത് ശൈലി നിലനിർത്തുന്ന പൂത്താലി, പാലക്ക, മോതിരം, ഇളക്കത്താലി, ചക്രമാല, മണിത്താലി എന്നിവയുടെ വൻ കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും പണിക്കുറവ് ഈടാക്കാത്ത മലപ്പുറത്തെ ഏക ജ്വല്ലറി ഷോറൂം. മലപ്പുറത്തിന്റെ മനം പോലെ കളങ്കമില്ല പൊന്ന്. മലപ്പുറം ഫാഷൻ ഗോൾഡ്. മനസ്സ് കീഴടക്കും സ്വർണം, മലപ്പുറത്തിന്റെ സ്വർണം. മലപ്പുറം ഫാഷൻ ഗോൾഡ്, മഞ്ചേരി റോഡ്, കുന്നമ്മൽ, മലപ്പുറം. ബ്രാഞ്ച് കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്. ബാപ്പുട്ടിക്ക, ഒരു ബിരിയാണി ചോറ് നാളെ വക കിട്ടിയിരിക്കണേ. അനക്കിപ്പോ എന്താ പുതിയ കോൾ കിട്ടിയത്? ഞമ്മളെ ഗൾഫാർ മുസ്തഫാന്റെ മകളെ കല്യാണം ശരിയായി വരുന്നുണ്ടേ. ഇവിടെ അന്നൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. എന്തേപ്പത്? അല്ല, ഇജൊരു കല്യാണം കൊടുത്തുക്കണല്ലേ ഇന്റെ പെങ്ങളോട്ടേക്ക്. ഞങ്ങളെ എന്താപ്പത് സ്റ്റാറ്റസ് എന്താ അറിയാ എനിക്ക്? അതിനിപ്പോ എന്താ, അന്റെ അളിയന്റെ മേലല്ലേ പുത്തമ്പരക്കാര്? അത് പണ്ട്. ഇപ്പന്റെ അളിയന്റെ അടുത്ത് പൂത്ത പൈസ ഉണ്ട്. ഇജ്ജ് പറയണ പോലല്ല. അന്റെ അളിയന് പെങ്ങക്ക് 100 വട്ടം സമ്മത. ഇജ്ജെന്താ ചാടി കളിച്ചേന്? ഞാൻ എന്തിനാ ചാടി കളിക്കണം എനിക്കറിയണോ? ഇങ്ങോട്ട് വാ. അതെ, അന്റെ അളിയനും പെങ്ങളൊന്നല്ലല്ലോ, എന്റെ അളിയനും പെങ്ങളോ. ഇത് കല്യാണത്തിൽ നിന്ന് മാറിക്കാളാം. 100 ഉലുവറ്റി വന്നിക്കണ്, കല്യാണം മുടക്കാം. ഇജ്ജത് പൊയ്ക്കാൻ കിടന്ന്. എനിക്കിപ്പോ 100 രൂപ പോരാ? 100 പോരാ. വാ. ഞാനും മാഷും കൂടി ബ്രോക്കർ കുഞ്ഞലവി പറഞ്ഞ വീട്ടിൽ പോവുകയാണ്. കാര്യങ്ങളാണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വാക്ക് കൊടുക്കും. കല്യാണത്തിന് വീടൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണം. ഇപ്പൊ അതിനൊന്നുള്ള കാശ് എന്റെ അടുത്തില്ല. കഴിഞ്ഞ വരവിനല്ലേ പെയിന്റ് അടിച്ചിട്ടുള്ളൂ. എന്ത് പറഞ്ഞാലും പൈസ ഇല്ല. നിങ്ങളല്ലാണ്ട് പിന്നെ പൊരയിലെ കാര്യം ആരാ നോക്കുക? നിങ്ങളൊന്നും മിണ്ടായിരിക്കുമാ.
വരെയുള്ള കാര്യം നീ നടത്തിക്കൊണ്ടാണ് ഈ കോലത്തിലായത്. ഈ വീട്ടിലൊരു മാസത്തെ ചെലവ് എത്രയാണെന്ന് എനിക്കറിയോ? ആവശ്യത്തിനും അനാവശ്യത്തിനും കറണ്ട് ഉപയോഗിക്കുക. ഫോണിന്റെ ബില്ല് ഒരു മാസം എത്ര വരാറുണ്ടെന്ന് ഇത് നോക്കിയിട്ടുണ്ടോ? ഇവന് വണ്ടി കറങ്ങാനായിട്ട് എവിടുന്നാണ് കാശ്? ഇവന് വല്ല വരുമാനമുണ്ടോ? തൽക്കാലം നമുക്ക് ആ വണ്ടി അങ്ങോട്ട് വിൽക്കാം. ആ മാഷ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു മൂപ്പിച്ചിട്ട് അപ്പ ഇങ്ങനെ പറയണ്ട്. മാഷ് പറഞ്ഞിരുന്നു, അന്നൊന്നും ഞാനത് കേട്ടില്ല. ഇപ്പൊ എനിക്കത് നേരിട്ട് ബോധ്യായി. പിന്നെ ഞാനും മാഷുമായിട്ടുള്ള ബന്ധം അത് ഇന്നൊന്നിലും തുടങ്ങിയതൊന്നുമല്ല. അത് നിങ്ങളാരും പറഞ്ഞാലും നിർത്താനും പോണില്ല. എന്നാ അങ്ങക്കറിയോ, എന്റെ ബാപ്പ ഈ പൊയ്യാലെ തോണിക്കാരനായിരുന്നു. കാറും കോളും നിറഞ്ഞൊരു രാത്രിയില് തോണി കൊണ്ടുപോയ ബാപ്പ പിന്നെ പിറ്റേന്ന് ബാപ്പാന്റെ മയ്യത്താണ് ഞാൻ കണ്ടത്. അന്ന് വയസ്സെനിക്ക് 5 ആരോരുമില്ലാത്ത എന്നെ എടുത്തു വളർത്തിയത് ഈ മാളുടെ ബാപ്പയായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം. അത് പെങ്ങളല്ല, ആര് പറഞ്ഞാലും നിർത്താനും പോണില്ല. കുഞ്ഞൽവിയെ, ഇന്റെ മൂത്തോൻ കെട്ടിയത് ഏതാണെന്ന് എനിക്കറിയോ? കാസർകോട്ട് നിന്ന്. ഒരു വലിയ തറവാട്ടേരാ. ഒരു കാറും 200 പവനാ ഒരു കൊടുത്തത്. അല്ല, ഇവരെ കൊണ്ട് അതൊന്നും തരാൻ കഴിയൂലെന്ന് എനിക്കറിയാം. അതൊക്കെ വേണ്ട മാതിരി ഓല് ചെയ്തോളുന്നേ. എന്താപ്പ കാട്ടുക? ചെക്കനാണെങ്കിൽ പെണ്ണിന്റെ മൊഞ്ച് കണ്ടിട്ട് അതിലങ്ങോട്ട് വീണു. ഇപ്പത്തെ കാലല്ലേ. ആ നോക്കുക. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ഒക്കെ പറഞ്ഞതുപോലെ. മുസ്തഫക്ക, നിങ്ങൾ നടക്ക്. ഞാൻ ആയിക്കോട്ടെ ദാ ആയിക്കോട്ടെ. വരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓല് പോയോ? അല്ലോ കൊടിയും പോയോ? വീട്ടിൽ പൂർണ്ണമില്ലല്ലോ. അല്ല, എവിടെ എത്തിയാവോ? അവിടെ എന്താ? അപ്പൊ ഒക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഒക്കെ പറഞ്ഞ മാതിരി 21-ാം തീയതിയാണ് കല്യാണം. ആ. നിങ്ങൾ അതിന്റെ ചുറ്റുപാടത്തെ നോക്കിക്കോളി. അപ്പൊ ഞാനങ്ങട്ട് അല്ല, അതൊന്നും വേണ്ടേ അല്ലേ? എന്നാ ഇത് വെച്ചോ, വെച്ചോ. വേണ്ട. എന്നാ ശരി, എന്നാ ഓക്കെ, ശരി. എന്താ സലാമേ അനക്കൊരു താല്പര്യക്കുറവ്? അങ്ങനൊന്നുമില്ല. എന്നാലും നമ്മളെയും അവരും ചുറ്റുപാടേ. ആ, ചിലപ്പോ തോന്നലാവട്ടോ. എല്ലാം പടച്ചോന്റെ വിധി പോലെ നടക്കട്ടെ അല്ലേ? ഞാനും അത്രേ കരുതിയിട്ടുള്ളൂ. ആ, ആ. എന്നാ ഞാൻ പോട്ടെ സലാമേ, പിന്നെ കാണാം. ആ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കല്യാണം മുടക്കാം ഇന്റെ അടുത്തൊക്കെ വരുന്നേ. ആ കളിന്റെ അടുത്ത് നടക്കൂല. എന്റെ അളിയൻ അദ്രൈമാൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇന്നിപ്പോ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇജ്ജ് എവിടെയെങ്കിലും കണ്ടീനോ? ആ, ചീട്ടളിപ്പറമ്പിലുണ്ടാവും. അവിടെ എപ്പോഴും ഉണ്ടാവല്ലേ. നിങ്ങളിപ്പോ 2-3 ദിവസം എങ്ങനെ അന്വേഷിച്ചു വരുന്നു? എന്താ സംഭവം? ഒന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഓ മുഖാന്തരം അന്ന് പോയമ്പക്കത്തുള്ള സ്ഥലത്തിന് പൈസ കൊടുത്തിരുന്നു. പൈസക്ക് ആവശ്യം ഉണ്ടാവുമ്പോ പെട്ടെന്ന് വിൽക്കാന്നാണ് ഓൻ പറഞ്ഞത്. ഇപ്പൊ പൈസ ഇല്ല, ഓനൊക്കെ കാണാനും. പൊന്നാരന്റെ മുസ്തഫാക്ക, അളയനാ നിങ്ങളെയും പോകാൻ പറ്റിച്ചോ? ഇന്നാളിതുപോലെ 2-3 പാർട്ടിക്കാരൻ ഓലെ പറഞ്ഞ് പറ്റിച്ച് പൈസ മേടിച്ച ആളാണോ അവന്? നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. അത് പുഴയിലെ പുറമ്പോക്ക് ഭൂമിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളി. നിങ്ങളെ മോളെ കല്യാണത്തിനുണ്ടല്ലോ, വേറെ എന്തെങ്കിലും മാർഗം നോക്കിക്കോളി. നാട്ടുകാരെ പറ്റിച്ച് ഇപ്പൊ സ്വന്തം അളിയനും പറ്റിച്ചു. അതാണ് സത്യം.